കായിക രംഗത്തുള്ളവരും ചലച്ചിത്ര രംഗത്തുള്ളവരും ഒക്കെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് സാധാരണയാണ്. പലയിടങ്ങളിലും അവർ അധികാരത്തിലെത്താറുമുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലെ ആന്ധ്രാപ്രദേശിലുമൊക്കെ ഇതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കായിക താരങ്ങൾ രാജ്യത്തിൻ്റെ തലപ്പത്തെത്തുന്നൊരു സാഹചര്യം പാകിസ്ഥാനിൽ ഉണ്ടായി. ഇമ്രാൻഖാൻ അവിടെ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഗുണം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കരിയറായിരുന്നു. കാരണം ഒരു താരം എന്ന നിലയിൽ ആ നാട് ഇമ്രാൻഖാനെ ആദരിച്ചിരുന്നു. പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു, അത് വേറെ വിഷയം. എന്നാലും ആ ഒരു സ്ഥാനത്തേക്കെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സമാനമായ ഒരു രീതി നടന്നിരിക്കുകയാണ് ജോർജിയയിൽ. മിഖെയിൽ കവലേഷ്വില്ലി എന്ന ഫുട്ബോൾ താരം അവിടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഫുട്ബോൾ താരം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ രാജ്യം ഇനി ഫുട്ബോളിൽ വലിയ പ്രാധാന്യം കൽപ്പിച്ച് അതിനുവേണ്ട നടപടികൾ ചെയ്യും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഭരണകക്ഷിയായ ജോർജിയൻ ഡ്രീം പാർട്ടിയുടെ മുൻ MP ആയിരുന്നു ഈ 53കാരൻ. അതായത് അദ്ദേഹം പെട്ടെന്ന് നേരിട്ട് വന്ന് അങ്ങനെ പ്രസിഡൻ്റ് ആയതല്ല. അദ്ദേഹം നേരത്തെ MP ആയിരുന്നു. ഇത്തവണ അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്നു. 1990കളിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കായാണ് ഇദ്ദേഹം ഫുട്ബോൾ കളിച്ചത്. അപ്പോൾ രാജ്യത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഏക സ്ഥാനാർത്ഥി കൂടിയായിരുന്നു കവലാഷ്വില്ലി. ദേശീയ തെരഞ്ഞെടുപ്പിലൂടെയല്ല കേട്ടോ പക്ഷേ അദ്ദേഹം അധികാരത്തിൽ എത്തിയത്. പാർലമെൻറ്റിൽ MP-മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഒക്കെ അടങ്ങുന്ന ഒരു 300 അംഗ ഇലക്ട്രൽ കോളേജിൻ്റെ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് എത്തിയത്. നേരിട്ടുള്ള ബാലറ്റിലൂടെയാണ് ആദ്യമായി ഈ രാജ്യം പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കവലേഷ്വില്ലിയുടെ നിയമനത്തെ നമുക്ക് വളരെ രസകരമായ ഒരു സംഭവമായി തോന്നാം. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പാർലമെൻറ്റ് ബഹിഷ്കരിച്ചു. അതുകൊണ്ട് കവലേഷ്വില്ലിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് ആരും എതിരു വന്നില്ല. നാമനിർദ്ദേശം വെല്ലുവിളിക്കപ്പെട്ടില്ല. ശനിയാഴ്ച നടന്ന വോട്ടെടുപ്പിലാകട്ടെ ആകെ 225 പേരാണ് ഹാജരായിരുന്നത്. അതിൽ 224 പേരും കവലാഷ്വില്ലിക്ക് വോട്ട് ചെയ്തു. ഡിസംബർ 29 ശേഷം അദ്ദേഹം ചുമതലയേൽക്കും. ജോർജിയയുടെ പ്രസിഡൻറ്റിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വെറും ആചാരപരമായ ഒരു സ്ഥാനമാണ്. പലപ്പോഴും പ്രധാനമന്ത്രിയാണ് കൂടുതലും ശക്തമായ കാര്യങ്ങളിൽ ഇടപെടുകയും കൂടുതൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ആചാരപരമായ ഒരു പ്രസിഡന്റ് സ്ഥാനം അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് നമുക്ക് വിലയിരുത്താം. പക്ഷേ അങ്ങനെ പൂർണ്ണമായി കണക്കാക്കാൻ ആകില്ല. ഏതായാലും ഇദ്ദേഹം 1989ലാണ് ഒരു യുവ ഫുട്ബോൾ താരമായി ഉയർന്നു വരുന്നത്. ഒരു സ്ട്രൈക്കറായിരുന്നു. ഒരു വിജയകരമായ ഫുട്ബോൾ കരിയർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1995 റഷ്യൻ ടീമായ സ്പാർട്ടക്കിൽ അദ്ദേഹം കളിച്ചിരുന്നു. അതിനു മുമ്പ് തൻ്റെ പ്രാദേശിക ടീമിലൊക്കെ അദ്ദേഹം സ്ഥിരം ഒരു അംഗമായിരുന്നു. പിന്നീട് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചേർന്നു. അതിനു മുമ്പ് വിവിധ സ്വിസ് സൂപ്പർ ലീഗ് ടീമുകൾക്കൊക്കെയായി അദ്ദേഹം കളിക്കുകയൊക്കെ ചെയ്തിരുന്നു. 2006 കവലേഷ്വില്ലി ഫുട്ബോളിനോട് വിട പറഞ്ഞു. തൻ്റെ ഫുട്ബോൾ കരിയറിൽ ജോർജിയൻ ദേശീയ ടീമിനായി അദ്ദേഹം 46 മത്സരങ്ങൾ കളിച്ചു, 9 ഗോളുകൾ നേടി. ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് 10 വർഷത്തിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ കടന്നു. അങ്ങനെ 2016 അദ്ദേഹം ജോർജിയൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 പീപ്പിൾസ് പവർ രാഷ്ട്രീയ പ്രസ്ഥാനം സ്ഥാപിച്ചു. പീപ്പിൾസ് പവർ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം കൂടുതൽ ജനസേവന രംഗത്തേക്ക് ഇറങ്ങി. അത് ജോർജിയൻ ഡ്രീംസ് എന്ന പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി. അങ്ങനെ അവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ ശക്തമായ പാശ്ചാത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു. അതായത് യൂറോപ്യൻ യൂണിയനും അല്ലെങ്കിൽ അമേരിക്ക അത്തരം രാജ്യങ്ങളോട് ഒരു വിരുദ്ധ നിലപാട് സ്വീകരിച്ചു. റഷ്യയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സമീപനം എടുക്കുകയും ചെയ്തു. അതാണ് ആ ഒരു അഭിപ്രായ ഭിന്നത ജോർജിയയിൽ ഉണ്ടാകാനുള്ളൊരു പ്രധാന കാരണം. മുൻകാലങ്ങളിൽ ഇദ്ദേഹത്തെ ആളുകൾ കളിയാക്കിയിരുന്നു. ഉന്നത വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ എന്ന തരത്തിലായിരുന്നു പലപ്പോഴും അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നത്. പ്രതിപക്ഷം പലപ്പോഴും വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ കവലേഷ്വില്ലിയെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മുൻ ഫുട്ബോൾ താരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്ത ദിവസം പാർലമെൻറ്റിന് പുറത്ത് അദ്ദേഹത്തെ എതിർക്കുന്ന പ്രതിഷേധക്കാർ എത്തി. ഈ പ്രതിഷേധക്കാർ ഒരു വ്യത്യസ്ത പ്രതിഷേധം എന്ന രീതിയിൽ അവരുടെ
യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ, ഡിപ്ലോമകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചാണ് പ്രതിഷേധിച്ചത്. അതായത് ഒരു ഉന്നത വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാൾ പ്രസിഡൻ്റ് ആയിരിക്കുന്നു എന്ന പരിഹാസം അവിടെ ഉണ്ടായി. എന്നാൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചെയ്തത് ഒരു ഫുട്ബോളും എടുത്തുകൊണ്ട് വന്നു എന്നതാണ്. പലരും ആ ഫുട്ബോൾ കൊണ്ടുവന്ന് അതിന് ചുറ്റും, ഈ പാർലമെൻറ്റിന് ചുറ്റുമൊക്കെ അതും തട്ടിക്കൊണ്ട് നടന്നു. അപ്പോൾ ഫുട്ബോൾ തട്ടി പിന്തുണയെ അറിയിക്കുന്നു, അതേസമയം ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് പ്രതിഷേധം അറിയിക്കുന്നു. ഇദ്ദേഹത്തിനൊരു ചില വിവാദങ്ങളിലൊക്കെ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, വിദേശത്ത് നിന്ന് മൊത്തം ലഭിക്കുന്ന ഫണ്ടിൻ്റെ 20% സ്വീകരിക്കുന്ന സംഘടനകൾ രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ വിദേശത്ത് നിന്ന് നമുക്ക് മൊത്തം ലഭിക്കുന്ന, ഒരു സംഘടനയ്ക്ക് മൊത്തം ലഭിക്കുന്ന ഫണ്ടുണ്ടെങ്കിൽ അതിൻ്റെ 20% വിദേശത്ത് നിന്നാണ് വരുന്നതെങ്കിൽ ആ കാര്യം സർക്കാരിനെ അറിയിക്കണം. അതൊരു വിവാദ നിയമമായിരുന്നു. ആ വിവാദ നിയമം ഒരു റഷ്യൻ നിയമത്തിന് ചുവട് പിടിച്ചായിരുന്നു. ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന സംഘടനകളെ അപകീർത്തിപ്പെടുത്താനുള്ളൊരു തന്ത്രമായിരുന്നു അത്. അപ്പോൾ ഈ സംഘടനകൾക്ക് പലപ്പോഴും വിദേശത്ത് നിന്ന് പിന്തുണയൊക്കെ ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായും ആ സംഘടനകൾ കൂടുതലും വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരുന്നവരാണ് എന്ന് പറയുമ്പോൾ അത് ആ രാജ്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധത എത്രമാത്രമാണ് എന്ന് വ്യക്തമാക്കും. അല്ലെങ്കിൽ അവർ മറ്റ് ചില വിദേശ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന ഒരു ഛായ നൽകാൻ അത് സഹായിക്കും. അപ്പോൾ ഇതൊരു തന്ത്രപരമായൊരു നിയമം ആയിരുന്നു. ഈ നിയമം പലയിടത്തും രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കുന്നതാണ്. അവരെ വിമർശിക്കാൻ ശ്രമിക്കുന്നവരുടെ വരുമാന സ്രോതസ് എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ അത് അവരെ അപകീർത്തിപ്പെടുത്താൻ ഒരു തന്ത്രമായി ഉപയോഗിക്കാം എന്ന് പല രാഷ്ട്രീയ നേതാക്കളും കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെയും ഒരു രീതി ആയിരുന്നത്. ജോർജിയയിലെ ഏതായാലും രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ പ്രക്ഷുബ്ധമായി തുടരുകയാണ്. ഒരു 3.7 ദശലക്ഷം ജനങ്ങളാണ് ആ രാജ്യത്ത് ആകെയുള്ളത്. പക്ഷേ അവിടെ പിരിമുറുക്കം അവസാനിക്കുന്നില്ല. ഡ്രീം പാർട്ടി റഷ്യയിലേക്ക് ചായുന്നു. അതാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുന്നത്. പ്രതിപക്ഷം യൂറോപ്യൻ യൂണിയനുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രസിഡൻറ്റ് റഷ്യയോട് ചാഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനുള്ള ജോർജിയയുടെ ദീർഘകാല പ്രതീക്ഷകൾ കെടുത്തി എന്നവർ പറയും. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം ഒരു ബ്രീഫിംഗ് നടന്നു. അപ്പോൾ ജോർജിയയുടെ പ്രധാനമന്ത്രി ഇറാക്ലി പക്ഷേ കവലേഷ്വിലിയെ അഭിനന്ദിച്ചു. അതേ ബ്രീഫിങ്ങിൽ അദ്ദേഹം സ്ഥാനമൊഴിയുന്ന പ്രസിഡൻറ്റ് സലോമിയെ വിദേശ ശക്തികളുടെ ഏജൻറ്റ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്ന് ശനിയാഴ്ച നടന്ന പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പ് ശരിയല്ല എന്ന നിലപാടാണ് നിലവിലെ പ്രസിഡൻറ്റിന് ഉള്ളത്. അതായത് സ്ഥാനമൊഴിയുന്ന പ്രസിഡൻറ്റിന് ഉള്ളത്. പ്രതിഷേധക്കാർക്കൊപ്പമാണ് അദ്ദേഹം നിൽക്കുന്നത്. ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് ശരിയല്ല എന്നാണ് ഇപ്പോൾ സ്ഥാനമൊഴിയുന്ന പ്രസിഡൻറ്റ് വ്യക്തമാക്കുന്നത്. ഈ പുതിയ തെരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തെ പരിഹസിച്ചു എന്നാണ് ഈ സ്ഥാനമൊഴിയുന്ന പ്രസിഡൻറ്റിൻ്റെ ഒരു നിലപാട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും താൻ ഓഫീസിൽ തുടരും എന്ന് പഴയ പ്രസിഡൻറ്റ് പറയുന്നു. ഞാനിവിടെ ഉണ്ടാകും, ഇവിടെ തന്നെ തുടരും, അപ്പോൾ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പും ഈ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പഴയ പ്രസിഡൻറ്റ് ഓഫീസ് വിടാൻ വിസമ്മതിച്ചാൽ പുതിയ പ്രസിഡൻറ്റ് അത് എങ്ങനെ ആ ഓഫീസിൽ കയറിയിരിക്കും എന്നത് വ്യക്തമല്ല. ഏതായാലും ആ രാഷ്ട്രീയ അസ്ഥിരതയൊക്കെ മാറി ഫുട്ബോൾ താരത്തിന് ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ജോർജിയ. അപ്പോൾ രാജ്യത്തിൻ്റെ തലപ്പത്തേക്ക് കായിക താരങ്ങൾ എത്തുമ്പോൾ ഒരുപക്ഷെ അവർ കായിക ലോകം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ആ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം സാർവദേശീയതയും മാനവീയതയും അതുപോലെ സഹവർത്തിത്വവും സ്നേഹവും ഒക്കെയാണല്ലോ കായിക ലോകം ലോകത്തിനായി നൽകുന്ന സന്ദേശം. ആ സന്ദേശം സ്വന്തം ഭരണത്തിൽ പ്രതിഫലിപ്പിക്കാൻ ഇത്തരം ആളുകൾക്ക് കഴിഞ്ഞാൽ അത് വളരെ നന്നാവും.